പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മാറ്റം ജനങ്ങൾക്ക് ഫീൽ ചെയ്യിച്ചു. ആ മാറ്റം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇത്രയും വലിയ പരാജയം ഉണ്ടായത്? ജെയ്ക് പി തോമസ് ഒക്കെ പറയുന്ന വാദങ്ങൾ അംഗീകരിക്കാമെങ്കിൽ, നന്മ മരങ്ങൾ മാത്രമായിട്ടാണ് ഈ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ നിന്നതെങ്കിൽ, മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകളും പാർട്ടി സെക്രട്ടറിയെ പോലുള്ള ആളുകളും ജയിക്കടക്കമുള്ള വക്താക്കളും ഒക്കെ ചേർന്ന് വരച്ചിട്ട സമ്മോഹനമായ ഒരു ചിത്രമുണ്ടല്ലോ, വികസനത്തിന്റെ പൂക്കാലം, മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയ 5 വർഷങ്ങൾ അല്ലെങ്കിൽ 10 വർഷങ്ങൾ, കേരളത്തിലെ ജനത്തിന്റെ ആത്മാഭിമാനം ബലൂൺ പോലെ വീർപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം. വികസന വസന്തം പൂത്തുലഞ്ഞു. ഒരു വശത്ത് അതാ ഹൈവേ, മറുവശത്ത് അതാ ഗെയിൽ പൈപ്പ് ലൈൻ, പിന്നെ വരാനിരിക്കുന്ന ഒരുപാട് 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 കാര്യങ്ങൾ, പെൻഷൻ, പ്രളയം, അങ്ങനെ താങ്ങുവില, കുറഞ്ഞ വിലയ്ക്ക് എല്ലാ സഹായങ്ങളും, അവശ്യ വസ്തുക്കളുടെ ക്ഷാമമില്ല, എല്ലാം കിട്ടിയിരുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു മനോഹര കാലം ജനം വിശ്വസിച്ചെങ്കിൽ, പ്രിയപ്പെട്ട ജെയ്ക് പി തോമസ്, ഇതുപോലൊരു പരാജയം LDF ഉണ്ടാകുമായിരുന്നു? ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറായില്ല, അല്ലെങ്കിൽ നിങ്ങൾ വരച്ചിട്ട വികസനത്തോടൊപ്പം അവരാഗ്രഹിച്ചൊരു കരുതലും അവരാത്മാഭിമാനം അല്ലെങ്കിൽ അവർ അന്തസ് ഉയർത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും നിങ്ങളുടെ നേതാക്കളിൽ നിന്നുണ്ടായില്ല. 5 വർഷം മുമ്പ് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ വിശ്വസിച്ചതുപോലെ, അല്ലെ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയെ ഒരു ഒരു എന്താ പറയാ, വല്ലാത്തൊരു എപ്പിഡമിക്കിന്റെ ഒരു മഹാജ്വരത്തിന്റെ ഒരു കാലഘട്ടത്തിൽ, ലോകം അന്നോളം കാണാത്ത ഒരു വലിയ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഒരു കരുതലിന്റെയൊക്കെ ആൾരൂപമായിട്ട്, ഒരു ലൈറ്റ് ഹൗസ് ആയിട്ട്, ഒരു പ്രകാശ ഗോപുരം പോലെ നിന്നൊരു സർക്കാർ അന്ന് വിശ്വസിച്ചു. ശ്രീ പിണറായി വിജയനെ അടക്കം ജനം അദ്ദേഹം പറഞ്ഞതിലേറെ വിശ്വസിച്ചു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും 99 സീറ്റ് തന്നു. എന്തേ അതിലപ്പുറമുള്ള പ്രചരണങ്ങളും അതിലപ്പുറമുള്ള അപ്പുറത്തുള്ള വാദങ്ങളും അതുപോലെ തന്നെ വാഗ്ദാന പെരുമഴയും ഒക്കെ കൊടുത്തിട്ടും എന്തേ ജനം ഇത്തവണ വിശ്വസിക്കാതെ പോയി? അപ്പൊ ജയിക്ക് ആദ്യം അംഗീകരിക്കേണ്ടത് ആ യാഥാർത്ഥ്യമാണ്. ഞങ്ങളെ മുമ്പ് വിശ്വസിച്ചിരുന്നത് പോലെ ജനങ്ങൾ വിശ്വസിച്ചില്ല. അവർ എന്തോ കൂടി ആഗ്രഹിച്ചു. അത് വികസനം മാത്രമല്ല, ഒരു ജനത ആഗ്രഹിക്കുന്നത് കുറെ കൂടി എന്താ പറയാ, വികസനത്തിന് അപ്പുറത്തും മറ്റു ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. കടക്കൂ പുറത്തെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയല്ല, ഒരു ചെറിയ കൊച്ചു കരിങ്കടിയുമായിട്ട് വേറെ ഒരു ആയുധവും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു ചെറിയ ഒരു കൊടി വീശിക്കൊണ്ട്, ഒരു കറുത്ത കൊടി വീശിക്കൊണ്ടെന്ന് പ്രതിഷേധിച്ചാൽ, നിങ്ങളുടെ പോലീസും നിങ്ങളും യുവജന സംഘടനകളും അടക്കം ആ ചെറുപ്പക്കാരുടെ തല തല്ലിപ്പൊളിച്ചിട്ട് അതിനെ സാധാരണ മനുഷ്യത്വമുള്ള ഏതൊരാളും പറയുന്നത് എന്താ, അത് പാടില്ല, സർക്കാർ നോക്കിക്കോളും, അതിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാനത്ത് ആ മുഖ്യമന്ത്രി അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചപ്പോ തകർന്നു പോയില്ലേ? നിങ്ങളിലുള്ള വിശ്വാസമാണ് തകർന്നു പോയത്, അതല്ല ഇടതുപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അതുപോലെ എത്ര സംഭവങ്ങൾ. ഒരു സംശയം, പാവപ്പെട്ട ഒരു മനുഷ്യൻ നിങ്ങളുടെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടി നേതാവ് സംസാരിക്കുന്ന സമയത്ത് അതിന് എങ്ങനെ പണം ഉണ്ടാക്കി ഈ പദ്ധതികൾക്ക് സഖാവേ എന്ന് ഔത്സുക്യം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൗതുകം കൊണ്ട്, ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചപ്പോ അത് വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്ന ഔദ്ധിത്യം ഉണ്ടല്ലോ, ആ ധാർഷ്ട്യം. ഞാൻ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു മാറ്റം ജനത്തിന് വേണമായിരുന്നു. ആ മാറ്റത്തിനാണ് വോട്ട്. പക്ഷെ അവർ കൊടുത്ത ഗ്യാരണ്ടികളിൽ ചിലത് ഭംഗിയായിട്ട് നടപ്പാക്കി. ഏറ്റവും പ്രധാനം, ഈ സർക്കാർ തിരിഞ്ഞു നോക്കാതിരുന്ന ആ പറഞ്ഞ ആശാ വർക്കർമാർക്ക് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ 3000 രൂപ പ്രഖ്യാപിച്ചു. അംഗൻവാടിക്കാരെയും അതുപോലെ തന്നെ മറ്റ് പാചക തൊഴിലാളികളെയും പരിഗണിച്ചു. അതുപോലെ തന്നെ KSRTCയിലെ സൗജന്യ യാത്ര, അതായത് സ്ത്രീകൾക്ക് പൂർണ്ണമായ സൗജന്യ യാത്ര എന്നല്ല, സൗജന്യ യാത്ര എന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ സർക്കാരിന്റെ ഒരു സാമ്പത്തികാവസ്ഥയിൽ ആദ്യം അത് ഓർഡിനറി ബസ്സുകളിൽ പ്രഖ്യാപിച്ചു. അതൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ജൂൺ 15 മുതൽ അത് നടപ്പാക്കി. അത് സോ ഫാർ സോ ഗുഡ്. അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും, അതായത് ഇന്ദിരാ ഗ്യാരണ്ടി, ആ പെൻഷൻ പദ്ധതിയെക്കുറിച്ച്, ഉമ്മൻചാണ്ടി പെൻഷൻ പദ്ധതിയെക്കുറിച്ച് പഠിക്കും, അതിന് 10 കോടി രൂപ. അതിനിടയ്ക്ക് ധവളപത്രം ഇറക്കി ഈ ഇടതുപക്ഷം ഇട്ടിട്ട് പോയ സമ്പദ്ഘടനയുടെ യഥാർത്ഥ ചിത്രം വരച്ചിട്ടു. അതിനകത്ത് DA കുടിശ്ശിക, DR കുടിശ്ശിക, അതുപോലെ തന്നെ ഈ പെൻഷൻ നൽകാനായിട്ട് പെൻഷൻ ഫണ്ട് വകയിലുള്ള 21,000 കോടി, ഇങ്ങനെ ഏതാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളുടെ, ഞാൻ പറയുന്ന 5 ലക്ഷത്തിൽ
2000 കോടിയുടെ ആ ഒരു പൊതുകടമല്ല. അത് മറ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ സർക്കാർ അധികാരത്തിലേറിയാൽ ഉടൻ ചെയ്തു തീർക്കേണ്ട ആ ബാധ്യതകളുടെ ചിത്രം അവിടെ വരച്ചിട്ടു. അതിനെ ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് പൂർണ്ണമായിട്ടും എതിർക്കാൻ കഴിയില്ല. കാരണം അത് കൃത്യമായ ചിത്രമാണ്. അതാർക്കും ഇപ്പൊ നേരത്തെ ജയ്ക്ക് പറഞ്ഞു, ഞങ്ങൾ ഇട്ടിട്ട് പോകുമ്പോൾ 10,000 കോടി കേന്ദ്രത്തിന്റെ ധനകാര്യ വിഹിതത്തിൽ വർധനവ് കിട്ടും. പ്രിയപ്പെട്ട ജയ്ക്ക്, നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് അന്ന് ഏതാണ്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഈ റവന്യൂ കമ്മി നികത്താൻ. ഏതാണ്ട് 55,000 കോടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് കിട്ടുക. അതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുമായിരുന്നു. പക്ഷെ ഈ കുറി അതില്ല. ആകെപ്പാടെ ഈ സർക്കാരിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താ? ധനകാര്യ വിഹിതത്തിന്റെ പ്രയോഗം നേരത്തെ 1.9 ആയിരുന്നെങ്കിൽ അതിലൊരു 0.31%, 38% മറ്റോ ഡിഫറൻസ് ഉണ്ട്, ഒരു 0.5% താഴെ. ആ വകയിലാണ് ഈ 10,000 കോടി കിട്ടുന്നത്. 55,000 കോടി കിട്ടിയത് എവിടെ? ഇപ്പൊ ഒരു കഷ്ടിച്ചൊരു 10,000 കോടി വർധനവ് കിട്ടുന്നത് എവിടെ? മാത്രമല്ല, കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകളുടെ ഭാരവും മനസ്സിലാക്കുക. ഏകപക്ഷീയമായ വിമർശനമല്ല ഞാൻ